നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 4th ചാപ്റ്ററായ പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ, അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രം നോക്കിയേ, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നും നോക്കിയേ, ഇതെല്ലാം ക്ലോസ്ഡ് ഫിഗറാണ് അല്ലേ. ഇത് 3 വശമുണ്ട്, ഇതിന് 4 വശമുണ്ട്, ഇതിന് 5 വശമുണ്ട്, ഇതിന് 6 വശമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഇതിൻ്റെ ഓരോ സൈഡ്സും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, അതായത് നേർരേഖകളാണ്. അപ്പം നേർരേഖകൾ അഥവാ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് വരയ്ക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ. ഏറ്റവും ചെറിയ പോളിഗൺ എന്താണ്? ത്രികോണം. മൂന്ന് സൈഡ് ഉണ്ട്. 2 സൈഡ് കൊണ്ട് നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ചെറിയ പോളിഗൺ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ബഹുഭുജം ത്രികോണമാണ്. പിന്നെ 4 സൈഡ് വരുന്നത് ചതുർഭുജം. പിന്നെ 5 സൈഡ് വരുന്നത്, ഇതിന് 5 സൈഡില്ലേ, ഇത് പഞ്ചഭുജം. അതുപോലെ 6 സൈഡ് വരുന്നത് ഷഡ്ഭുജം. അങ്ങനെ പോകുന്നു. ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. ഇതോ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. ഇത് പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. ഇത് ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം. ട്രയാങ്കിൾ അഥവാ ത്രികോണം, ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം, പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം, ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം. അപ്പോൾ ഏറ്റവും ചെറിയ പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ. ഇവിടെ നോക്കൂ, ഈ താഴെ വരച്ചിരിക്കുന്ന പോളിഗൺസ് നോക്കിയേ. ഇത് നോക്കും, ഇവിടെ ട്രയാങ്കിൾ തന്നെയാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇവിടെ ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇവിടെ പെന്റഗൺ ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇത് ഹെക്സഗൺ ആണ്, ഇത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിമ്പൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വലായ പോളിഗൺസിനെ പറയുന്ന പേരാണ് റെഗുലർ പോളിഗൺസ് അല്ലെങ്കിൽ സമബഹുഭുജങ്ങൾ. അപ്പൊ ഏറ്റവും ചെറിയ പോളിഗൺ ഏതാണ്? നമ്മൾ പഠിച്ചില്ല, ട്രയാങ്കിൾ. എല്ലാ വശങ്ങളും തുല്യമായ ട്രയാങ്കിളിനെ പറയുന്നതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇവിടെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ 3 ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി ഇത് നോക്കിയേ, 4 വശമുള്ള ബഹുഭുജം, 4 വശങ്ങളും തുല്യമാണ്, 4 കോണുകളും തുല്യമാണ്. അപ്പൊ ഇതിനെ എന്ത് പറയും? ഈ ചതുർഭുജത്തിന് എന്ത് പറയും? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. ഇനി ഇത് നോക്കിയേ, 5 വശങ്ങളുള്ളത്, ഈ 5 വശങ്ങൾ തുല്യമാണ്. 5 വശങ്ങളുള്ളത് നമ്മൾ പറയുന്നത് പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. വശങ്ങളെല്ലാം തുല്യമായാൽ, ഈക്വൽ ആയാൽ പറയുന്നതാണ് റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമ പഞ്ചഭുജം. ഇനി ഇത് നോക്കിയേ, ഷഡ്ഭുജം. ഇവിടെ എല്ലാ സൈഡ്സും 6 സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ 6 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിനെന്ത് പറയും? റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമ ഷഡ്ഭുജം. നമ്മൾ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺസിന് റെഗുലർ പോളിഗൺസ്, റെഗുലറിന് ചേർത്തിട്ട് പറയും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പഠിച്ചത് എന്താണ്? റെഗുലർ പോളിഗൺസ് അല്ലെങ്കിൽ സമ ബഹുഭുജങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും. അതായത് സൈഡ്സ് എത്രയുണ്ടോ അത്രയും കോണുകളും ഉണ്ടാവും അല്ലെ. സൈഡ്സ് എത്രയുണ്ട് അത്രയും ആംഗിൾസ്, അല്ലെങ്കിൽ വശങ്ങൾ എത്രയുണ്ട് അത്രയും കോണുകൾ ഉണ്ടാവും. ഇപ്പൊ 3 സൈഡ്സ് ഉണ്ടെങ്കിൽ 3 ആംഗിൾസ്, 4 സൈഡ്സ് ഉണ്ടെങ്കിൽ 4 ആംഗിൾസ്, 5 സൈഡ്സ് ഉണ്ടെങ്കിൽ 5 ആംഗിൾസ്, അതുപോലെ 6 സൈഡ്സ് ഉണ്ടെങ്കിൽ 6 ആംഗിൾസ്. ഇനി 8 സൈഡ്സ് ഉണ്ടെങ്കിൽ 8 ആംഗിൾസ്. ഈക്വൽ സൈഡ്സ് ആയിട്ട് വരുന്നതിന് നമ്മൾ ആ പോളിഗണിന്റെ പേരിന് മുന്നിൽ റെഗുലർ എന്ന് ചേർക്കും. ഓക്കെ. ഇവിടെ നമ്മൾ 4 പോളിഗൺസ് വരച്ചിട്ടുണ്ട്. ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ടോട്ടൽ ആംഗിൾ ആണ്, സം ഓഫ് ആംഗിൾസ് ആണ്. ഓരോന്നിന്റെയും സം ഓഫ് ആംഗിൾസ്. അപ്പൊ നമ്മുടെ ഒരു കോളം വരച്ച് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിലെ പോളിഗൺസ്, രണ്ടാമത്തെ കോളത്തിലെ സൈഡ്സ്, മൂന്നാമത്തെ കോളത്തിൽ സം ഓഫ് ആംഗിൾസ്. ആദ്യം ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന് ഏറ്റവും ചെറിയ പോളിഗൺ അല്ലെ ട്രയാങ്കിൾ. അതിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്.
അതിന്റെ സം ഓഫ് ആംഗിൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എന്താണ്? 180. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എന്താണ്? 150 ഡിഗ്രിയാണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഇവിടെ എന്ത് വരും? 180 ഡിഗ്രി. ഇനി അതുപോലെ രണ്ടാമത്തെ നോക്കിയാൽ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ഇത് 2 ട്രയാങ്കിൾ ആവും അല്ലേ? അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഒരു ട്രയാങ്കിൾ. അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഇവിടെയും ഒരു ട്രയാങ്കിൾ. അപ്പം ഇവിടെ ഒരു 180 ഡിഗ്രി, ഇവിടെ ഒരു 180 ഡിഗ്രി. 2 ട്രയാങ്കിൾസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എങ്ങനെ വരും? 180 പ്ലസ് 180. അതായത് എന്താണ്? 2 ഇൻറ്റു 180. 2 ഇൻറ്റു 180 ഡിഗ്രിയാണ് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ആംഗിൾസ്. അപ്പോൾ ക്വാഡ്രിലാറ്ററലിന് 4 സൈഡ്സ് ഉണ്ട്. അതിൻ്റെ ആംഗിൾ എന്ത് വരും? 2 ഇൻറ്റു 180. ഇനി മൂന്നാമത്തത് നോക്കിയാൽ പെൻറ്റഗൺ ആണ്. പെൻറ്റഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 5 സൈഡ്സ്. ഇതിന് ഒരു ഡയഗണൽ ഈ 2 വേർട്ടെക്സും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതിനെ ഒരു ട്രയാങ്കിളും പിന്നെ ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന് എത്ര ആംഗിൾ ഉണ്ട്? 4 ആംഗിൾ ഉണ്ട്. അത് നമ്മൾ എത്രയാണ്? ഒരു സം ഓഫ് ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2 ഇൻറ്റു 180. ഈ ആംഗിൾ എന്ത് വരും? ഇതിൻ്റെ സം ഓഫ് ആംഗിൾ 2 ഇൻറ്റു 180. 2 ഇൻറ്റു 180 ആണ് ഇത്. ഇനി ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഇതിൻ്റെ ആംഗിൾ എന്ത് വരും? 180. ഇത് 180 വരും. അപ്പോൾ ടോട്ടൽ എന്ത് വരും? ഈ 2 ഇൻറ്റു 180 ക്വാഡ്രിലാറ്ററൽ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളും 2 ഇൻറ്റു 180 പ്ലസ് 180. 2 ഇൻറ്റു 180 പ്ലസ് 180 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 180 അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? 3 ഇൻറ്റു 180 ഡിഗ്രി. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ നമ്മൾ പെൻറ്റഗൺ കഴിഞ്ഞു. അടുത്തത് ഹെക്സഗൺ ആണ്. ഹെക്സഗണിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അതും ഇതുപോലെ തന്നെ ആ ഫിഗറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരും, ഇവിടെ ഒരു പെൻറ്റഗൺ വരും. കണ്ട 5 സൈഡ്സ്. ഒരു പെൻറ്റഗൺ ആയിട്ടും പിന്നെ ഇതൊരു ട്രയാങ്കിൾ ആയിട്ടും വരെയാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ നമുക്കറിയാം, സം ഓഫ് ആംഗിൾ 180 ഡിഗ്രി ആണ്. ഇനി പെൻറ്റഗൺ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 3 ഇൻറ്റു 180 ആണ് ഇതിൻ്റെ. അപ്പോൾ 3 ഇൻറ്റു 180 പ്ലസ് 180. 3 ഇൻറ്റു 180 പ്ലസ് 180. അപ്പോൾ എന്ത് വരും? ഇവിടെ 3 180, ഇവിടെ ഒരു 180. 4 ഇൻറ്റു 180. 4 ഇൻറ്റു 180. ഇനി അടുത്തതാണ് ഹെക്സഗൺ. ഹെക്സഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 7 സൈഡ്സ് ഉണ്ട്. ഈ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഹെപ്റ്റഗൺ. 7 സൈഡ്സ് ഉള്ളത് ഹെപ്റ്റഗൺ ആണ്. ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ ഹെക്സഗണിന്റെ കൂടെ ഒരു ട്രയാങ്കിളും കൂടെ ചേരുന്നതല്ലേ? അപ്പൊ ഹെക്സഗണിന്റെ കൂടെ ഇതിന്റെ കൂടെ ഒരു ട്രയാങ്കിളും കൂടെ വരും. അടുത്തത് ഹെപ്റ്റഗൺ ആണ്. അതായത് 7 സൈഡ്സ് ഉള്ളത് സപ്തഭുജം. ഇതെങ്ങനെ കാണും? ഇത് ഹെക്സഗണിന്റെ കൂടെ ഒരു ട്രയാങ്കിളിന്റെ ആംഗിളും കൂടെ കൂട്ടിയാൽ മതി. ഹെക്സഗൺ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 4 ഇൻറ്റു 180. 4 ഇൻറ്റു 180 പ്ലസ് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ്. അപ്പോൾ എത്ര വരും? 4 ഇൻറ്റു 180 പ്ലസ് 180 എന്താണ്? 5 ഇൻറ്റു 180. ഇനി ഒക്ടഗണിന്റെ, അതായത് 8 സൈഡ്സ് ഉള്ളത്, 8 വശങ്ങളുള്ളത് അഷ്ടഭുജം എന്ന് പറയും. അപ്പൊ ഇത് ഒക്ടഗണിന്റെ കിട്ടുകയാണെങ്കിൽ ഹെക്സഗണിന്റെ കൂടെ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഹെപ്റ്റഗണിന്റെ കണ്ടുപിടിച്ചു. എന്താണ്? 5 ഇൻറ്റു 180. അതിൻ്റെ കൂടെ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ്. അപ്പോൾ 5 ഇൻറ്റു 180 പ്ലസ് 180 എന്താണ്? 6 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിന്റെ 180 ഡിഗ്രി, ക്വാഡ്രിലാറ്ററിന്റെ 2 ഇൻറ്റു 180, പെൻറ്റഗണിന്റെ 3 ഇൻറ്റു 180, ഹെക്സഗണിന്റെ 4 ഇൻറ്റു 180, ഹെപ്റ്റഗണിന്റെ 5 ഇൻറ്റു 180, ഒക്ടഗണിന്റെ 6 ഇൻറ്റു 180. ഇതിലെല്ലാം നോക്കിയേ, ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ്. അപ്പോൾ 180നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 180 എന്ന് പറയാലോ. 1 ഇൻറ്റു 180 ഡിഗ്രി.
3 സൈഡ്സ് ഉണ്ടെങ്കിൽ ആ സൈഡ്സിനേക്കാൾ 2 കുറവാണ് അല്ലെ 1. അപ്പൊ 1 × 180. ക്വാഡ്രിലാറ്ററിന് 4 സൈഡ്സ് ഉണ്ട്. അപ്പൊ 4ൽ നിന്ന് 2 കുറച്ചാൽ 2. അപ്പൊ 2 × 180. പെന്റഗണ് 5 സൈഡ്സ് ഉണ്ട്. 5 - 2 എന്താണ് 3. 3 × 180 ഡിഗ്രി. ഹെക്സഗണ് 6 സൈഡ്സ് ഉണ്ട്. 6 - 2 എന്താണ് 4. 4 × 180 ഡിഗ്രി. ഹെപ്റ്റഗണ് 7 സൈഡ്സ് ഉണ്ട്. 7 - 2 എന്താണ് 5. 5 × 180 ഡിഗ്രി. ഒക്ടഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 8 സൈഡ്സ്. അപ്പൊ 8 - 2 എന്താണ് 6. 6 × 180 ഡിഗ്രി. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. അതേ × 180 ഡിഗ്രി. ഇപ്പൊ 10 സൈഡ്സ് ഉണ്ടെങ്കിൽ 10 - 2 × 180 ആയിരിക്കും അതിന്റെ സം ഓഫ് ആംഗിൾസ്. 20 സൈഡ്സ് ഉണ്ടെങ്കിൽ 20 - 2 × 180 ഡിഗ്രി. ഇനി 50 സൈഡ്സ് ഉണ്ടെങ്കിൽ 50 - 2 × 180 ഡിഗ്രി ആയിരിക്കും അതിന്റെ സം ഓഫ് ആംഗിൾസ്. നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് n ആണെങ്കിൽ, ഇപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് n ആണെങ്കിൽ എങ്ങനെ വരും? സം ഓഫ് ആംഗിൾസ് എങ്ങനെ വരും? n - 2 × 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കൂ, n സൈഡ്സ് ആണ്. n സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് n - 2 × 180 ഡിഗ്രി. അതായത് n വെച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ്. ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് n ആണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്, n - 2 × 180 ഡിഗ്രി. അപ്പൊ നമ്മളിപ്പോ പഠിച്ചതാണ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് n - 2 × 180. സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് n - 2 × 180 ഡിഗ്രി. അത് പഠിച്ചിരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഓഫ് 20 സൈഡ്സ്. അതായത് 20 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് വരും? സം ഓഫ് ആംഗിൾസിന്റെ ഫോർമുല നമ്മൾ പഠിച്ചല്ല, n - 2 × 180. ഇവിടെ n എന്താണ്? n 20 ആണ്. അപ്പൊ സം ഓഫ് ആംഗിൾസ് എന്ത് വരും? സം ഓഫ് ആംഗിൾസ് എന്താണ്? ഫോർമുല എന്താണ്? n - 2 × 180. n - 2 n എന്താണ്? 20. 20 - 2 × 180. 20 - 2 എന്താണ്? 18. 18 × 180. 18 ഉം 18 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 324 കിട്ടും. അപ്പൊ 324, പിന്നെ ഇവിടെ ഒരു 0 ഇല്ല, 0 കൂടി ഇടാം. ഇത്രയും ഡിഗ്രി. അതായത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഓഫ് 20 സൈഡ്സ് ഈസ് 3240 ഡിഗ്രി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 900 ഡിഗ്രി. അതായത് ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ 900 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സം ഓഫ് ആംഗിൾസ് 900 ഡിഗ്രി അല്ലെങ്കിൽ എത്രയാവട്ടെ അത് ആകണമെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ സം ഓഫ് ആംഗിൾസിന്റെ ഫോർമുല എന്താണ്? n - 2 × 180 ഡിഗ്രിയാണ്. അപ്പൊ 180യുടെ മൾട്ടിപ്ലൈ വരണം. ഈ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് 900 ഡിഗ്രി എന്ന് പറയുന്നത് 180യുടെ മൾട്ടിപ്ലൈ വന്നാൽ മാത്രമേ അത് ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് ആവുകയുള്ളൂ. അപ്പൊ ഈ പറയുന്നത് എത്രയാണോ അത് 180യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം? 900നെ 180 കൊണ്ട് ഡിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ 900നെ 180 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മളിവിടെ നമുക്ക് ഫോർമുല അറിയാലോ, സം ഓഫ് ആംഗിൾസ് n - 2 × 180. അപ്പൊ 900 180യുടെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 900 150ന്റെ ഗുണിതമാണോ? അപ്പൊ ഈസ് 900 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180 എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 900നെ 180 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. അപ്പൊ ഈ 0 0 ഇവിടെ കട്ട് ചെയ്ത് പോയി. പിന്നെ ഇതിൽ നോക്കും,
രണ്ടാമത് എടുത്തെഴുതാം. ഇവിടെ വരുന്നത് 90/18 വരുന്നത്. ഇതിൽ രണ്ടിലും 9 പോകൂലേ? ഈ 90-ൽ 9 എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം. 18-ൽ എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 10/2. 10/2 എന്ന് പറയണത് 5 അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ ഒന്നും ഇല്ലാണ്ട് കൃത്യമായി പോവും അല്ലേ? അപ്പം 900/180 എന്നുള്ളത് 5 എന്നുള്ളത് കിട്ടി. അതായത് 900 180യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 900 എന്നുള്ളത് ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് ആവും. ഹെൻസ് അത് നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് എഴുതാം. 900 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 180 ആണെന്ന് നമുക്ക് കിട്ടി. അത് 900 180യുടെ മൾട്ടിപ്പിൾ ആണ്. ഹെൻസ് ദർ ഈസ് എ പോളിഗൺ വിത്ത് സം ഓഫ് ആംഗിൾസ് 900 ഡിഗ്രി. ഇനി നമ്മളോട് ചോദിക്കുകയാണ് സം ഓഫ് ആംഗിൾസ് എന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ. അതായത് n കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കാം ഈ ഫോർമുല വെച്ചിട്ട്. സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 900. അപ്പൊ n-2 × 180 എന്താണ്? 900. ഇത് നമ്മൾ n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. അപ്പൊ n-2 n അറിയില്ല. n-2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ 900 ഇവിടെയുള്ളത് ഈ 180 ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തോട്ട് പോകും. 900/180 നമ്മളിപ്പോൾ ചെയ്തു. എത്രയാണ്? 5 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ n-2 അല്ലേ? n-2 = 5. അപ്പം n = എന്താണ്? 5. ഈ -2 ഇപ്പുറം വരുമ്പോൾ +2. എന്ത് വരും? 7. അതായത് നമ്പർ ഓഫ് സൈഡ്സ് 7 ആണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചതാണ് ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180. ഇങ്ങനെ ചോദിക്കാം. ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അത് പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് ആവുമെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? ആ നമ്പർ ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് 900 ആണ്. അത് 180യുടെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 900 150ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് സം ഓഫ് ആംഗിൾസ് ആവും. പിന്നെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ n കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ n-2 × 180 എത്രയാണോ തന്നിരിക്കുന്നത് ആ ഡിഗ്രി ഇവിടെ എഴുതുക. ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ.